നമ്മുടെ ബ്രാഞ്ച് റെഡിയായി, ബേഡ് റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഇലകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇവിടെ ഇലകൾ കൊണ്ടുവരാൻ നമ്മൾ പുതിയൊരു മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു സ്റ്റാമ്പിങ് മെത്തേഡാണ്. അതായത് സ്റ്റാമ്പ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഇലകളെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഓരോ തവണ അങ്ങനെ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ അവിടെ ഇലകൾ ധാരാളം നമുക്ക് കൊണ്ടുവരാം. പുതിയൊരു ഫംഗ്ഷനാണ്. സാധാരണഗതിയിൽ നമുക്ക് ഒരു ലിപ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇല ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ പുതിയൊരു മെത്തേഡാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇല വരക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബേഡിനെയും ബ്രാഞ്ചിനെയും നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് പുതിയൊരു ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മളെപ്പോഴും പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇപ്പോൾ ഞാനൊരു പുതിയ ലെയർ കൊണ്ടുവന്നപ്പോൾ ബേഡിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ലെയർ വന്നത്. ഒരിക്കലും പറ്റില്ല, നമുക്ക് ആ ഗ്രൂപ്പിൻ്റെ പുറത്താണ് വരേണ്ടത്. അപ്പോൾ ഏതാണോ സെലക്ട് ആയിരിക്കുന്നത് അതിൻ്റെ അടുത്തായിരിക്കും പുതിയ ലെയർ വരിക. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, റിമൂവ് ലെയർ എന്ന് കൊടുക്കുന്നു. ആ ലെയർ പോയിട്ടുണ്ട്. ഇനി താഴെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം പുതിയ ആഡ് ലെയർ ചെയ്തു. അപ്പോഴാണ് ബാക്ക്ഗ്രൗണ്ടിനോട് അടുത്ത് ചേർന്ന്, എന്നാൽ ബ്രാഞ്ചിൻ്റെ ഉള്ളിലുമല്ല ഗ്രൂപ്പിൻ്റെ ഉള്ളിലും അല്ലാത്ത രീതിയിൽ നമ്മൾ പുതിയ ലെയർ, ഇതിന് ഞാൻ ലീഫ് എന്ന് പേര് കൊടുത്തു. തുടർന്ന് ഞാൻ കളർ സെലക്ട് ചെയ്യുന്നു. പച്ചയാണ് ഞാൻ എടുത്തത്. പച്ച കളർ സെലക്ട് ചെയ്തു. നമ്മൾ ബെസിയർ കർവ് ടൂൾ എടുക്കുന്നു, ക്ലിക്ക് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ പ്രസ് ചെയ്ത് പിടിക്കുന്നു. പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തു, താഴേക്ക് വലിച്ചു. ഒന്നുകൂടി ഇതേപോലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചു. എന്നിട്ട് നമ്മൾ ഇലയുടെ ഷേപ്പ് ഏകദേശം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഇവിടെ വെച്ചൊന്ന് അവസാനിപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ നേരെ കൊണ്ടുവന്ന് ഇതിലേക്ക് ജോയിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇല നമുക്കിവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ലൈനും കൂടി ഞാനിവിടെ കൊണ്ടുവരികയാണ്. നമ്മൾ ഇവിടെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തു. ഫിൽ ടൂൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറ്റം വരുത്തണമെങ്കിൽ ഇവിടെ ഷേപ്പ് മാറ്റം വരുത്താം. ഇവിടെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഷേപ്പൊക്കെ ഒന്ന് മാറ്റം വരുത്താൻ കഴിയും. ഫിൽ ടൂൾ എടുത്ത് മുകളിൽ ഒരു കളർ ഫിക്സ് ചെയ്തു. കളർ ഒന്നുകൂടി ഡാർക്ക് മോഡിലുള്ള കളർ എടുത്തു, താഴെ ഫിക്സ് ചെയ്തു. അപ്പോൾ ഇലയെ നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇനി ഈ ഇലയെ നമുക്കൊരു സ്റ്റാമ്പാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ പ്രവർത്തനം. അത് നമ്മൾ ചെയ്യുന്നത് ആദ്യം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനെ നമ്മളൊന്ന് ഹൈഡ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. നമ്മളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഹൈഡ് ചെയ്ത് നിർത്തുക. നമുക്ക് ഈ ഇല മാത്രമേ നമുക്ക് സ്റ്റാമ്പായിട്ട് കിട്ടേണ്ടതുള്ളൂ. എന്നിട്ട് നമ്മുടെ റെക്റ്റാങ്കിൾ സെലക്ഷൻ ടൂൾ എടുത്ത് നമ്മൾ ഈ ഇലയെ മാത്രം ഒന്ന് സെലക്ട് ചെയ്യുക. കാരണം ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇത്രയും ഏരിയയാണ് നമുക്ക് സ്റ്റാമ്പാക്കി എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം നമ്മൾ അതിൻ്റെ ഏരിയ കുറക്കുന്നു, ആ ഇലയുടെ ഏരിയ മാത്രം നമുക്ക് മതി എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇല മാത്രമാണ് എടുത്തത്. ഇനി ചെയ്യേണ്ട പ്രവർത്തനം, നേരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവിടെ ബ്രഷിൻ്റെ തൊട്ടപ്പുറത്ത് എഡിറ്റ് ബ്രഷ് സെറ്റിങ്സ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർട്ടീസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ പ്രീ ഡിഫൈൻഡ് ഓട്ടോ എന്ന് മാറ്റിയിട്ട് നമ്മൾ പ്രീ ഡിഫൈൻഡ് എന്നാക്കുന്നു. പ്രീ ഡിഫൈൻഡ് എന്നാക്കുമ്പോൾ ഇവിടെ നമുക്ക് ധാരാളം ഇലകൾ കാണാം. മുമ്പുണ്ടാക്കിയതും ഇവിടെ സ്റ്റാമ്പുകൾ ധാരാളം കാണാൻ കഴിയും. നമ്മൾ പുതിയ ഒരു സ്റ്റാമ്പാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. മുമ്പുണ്ടാക്കിയതൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. താഴെ +സ്റ്റാമ്പ് എന്ന് കാണാം. അത് ആഡ് സ്റ്റാമ്പ് എന്നുള്ളതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ആഡ് സ്റ്റാമ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരുന്നു. ഈ ഒരു വിൻഡോ വന്നപ്പോൾ നമ്മളിതിനൊരു പേര് കൊടുക്കാൻ പറഞ്ഞു. നമ്മളതിനെ ന്യൂ ലീഫ് എന്ന് ഞാൻ പേര് കൊടുക്കുകയാണ്. ന്യൂ ലീഫ് എന്ന് പേര് കൊടുത്തു. ക്രിയേറ്റ് മാസ്ക് ഫ്രം കളർ എന്നുള്ള ഈ കളറിൻ്റെ മാസ്ക് നമ്മൾ ഇവിടെ നിന്ന് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ നിറം ലഭിക്കുകയുള്ളൂ. ഞാനത് അൺടിക്ക് ചെയ്തു. ഇപ്പോൾ ഒറിജിനൽ നിറം ലഭിച്ചു. തുടർന്ന് നമ്മൾ സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. തുടർന്ന് നമ്മളിത് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യാൻ നമ്മളിവിടെ നിന്ന് ഈ വിൻഡോ നമ്മളിവിടെ വെച്ച് ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വിസിബിൾ ആക്കുന്നു. ഈ ലീഫിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് ഹൈഡ് ചെയ്യുന്നു. തുടർന്ന് ബ്രാഞ്ച് നമ്മൾ കൊണ്ടുവരുന്നു. ഈ സെലക്ഷൻ ടൂൾ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഡീസെലക്ട് ചെയ്യുന്നു. സെലക്ഷൻ പോയി. നമ്മുടെ സ്കെയിലിൻ്റെ ബ്രഷിൻ്റെ സൈസ് കൂട്ടിയാലാണ് നമ്മുടെ പെൻസിലിൽ എന്തുണ്ടാവുള്ളൂ, നമ്മുടെ ലീഫ് നമുക്ക് കാണാൻ കഴിയുള്ളൂ.
ബ്രഷ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇല നമ്മുടെ മൗസ് പോയിന്റിൽ ഇങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് എത്രത്തോളം ഇതിന് സൈസ് കുറക്കുന്നു അത്രത്തോളം നമ്മുടെ ഇലയുടെ ഇവിടെ ജസ്റ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാഞ്ച് സെലക്ട് ചെയ്യുന്നു, നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ഇലകൾ ഞാനിവിടെ ഫിക്സ് ചെയ്തു. നമുക്ക് ഇല കുറച്ച് ഡാർക്കായിട്ടാണ് കാണുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്ഷൻ നമുക്കൊന്ന് ലൈറ്റ് മോഡിലേക്ക് മാറ്റാം. ഒന്ന് പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് കളറായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഇല കൊണ്ടുവരാൻ കഴിയും. ഇലയെ നിങ്ങൾക്ക് ആദ്യം നമ്മൾ ഏകദേശം ഒരു ഏരിയ ഇല നമ്മൾ കൊടുക്കുന്നു. തുടർന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ റൊട്ടേഷൻ നമുക്ക് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ റൊട്ടേഷൻ ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്കെയിൽ ആംഗിൾ എന്ന് കാണാം. ഈ ആംഗിളിൽ കൂടി ചെന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേഷൻ കിട്ടും. വീണ്ടും ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യുന്നു, പുറത്ത് ക്ലിക്ക് ചെയ്യുന്നു, 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇലകളുടെ റൊട്ടേഷൻ മുകളിലും താഴെയുമായിട്ട് നമുക്ക് ഇലകൾ കൊണ്ടുവരാൻ കഴിയും. ഇനി നമുക്കൊരു പഴുത്ത ഇലയാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യാം, നമ്മളിതിൻ്റെ റൊട്ടേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിക്കുന്നു, ജസ്റ്റ് ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആക്കുന്നു. എന്നിട്ട് പഴുത്ത കളറിൻ്റെ ഭാഗം നമ്മളൊന്ന് ഏകദേശം ഒരു പഴുത്ത നിറം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പഴുത്ത ഇലയുടെ നിറം കൊടുക്കുന്നു. നമ്മൾ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിനെ ഒഴിവാക്കുന്നു. ഇവിടെ നമുക്ക് പഴുത്ത നിറം കൊണ്ടുവരാൻ കഴിയും. ഓക്കെ, ഇത്രയും കൊണ്ടുവന്നാൽ നമുക്ക് ഏകദേശം ഇലകൾ ഇവിടെ വന്നു. അപ്പോൾ ഇലകൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പാരറ്റിനെയും നമ്മുടെ ബേർഡിനൊന്ന് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ ബേർഡ് വന്നു. ഇത്ര ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കാര്യം കൂടി നമുക്ക് ഫിനിഷ് ചെയ്തു. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പുതിയ ഒരു ലെയർ ആഡ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് പുതിയ നമ്മൾ ഹിൽസ് എന്ന് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു പുതിയ ലെയർ കൊണ്ടുവന്നു. ഇവിടെ നമ്മുടെ ഹിൽസ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ കളറൊന്ന് മാറ്റി നമ്മളൊരു ഏകദേശം ഒരു ഡാർക്കായിട്ടുള്ളൊരു കളർ നമുക്ക് കൊടുക്കാം. ഇങ്ങനൊരു കളർ നമ്മൾ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. നമ്മുടെ ബെസിയർ കർവ് ടൂൾ എടുത്ത് നമ്മളിവിടെ ഇങ്ങനെ നമ്മളൊരു കൊണ്ടുവന്ന് ഇതിലേക്ക് കളർ നമ്മൾ എന്ത് ചെയ്യുന്നു, പെയിൻറ്റ് കളർ ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ മൂടി കൂട്ടണമെങ്കിൽ നമുക്കിതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ എടുക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടൊരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് പുതിയ ലെയർ സൺ എന്ന പേരിലൊരു ലെയർ കൊടുത്തു. ശേഷം സർക്കിൾ ടൂൾ എടുത്ത് അവിടെ വരച്ചു. ഫിൽ ടൂൾ എടുത്തതിന് കളർ കൊടുത്തു. അതിനെ നമ്മൾ ലെയർ അതിൻ്റെ താഴേക്ക് കൊണ്ടുവന്നു. അപ്പോൾ സൂര്യനും ചിത്രം വന്നു. ഇനി നമ്മുടെ ബ്രാഞ്ച് നമുക്കൊന്ന് വിസിബിൾ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ നമ്മുടെ പാരറ്റിനെയും ബേർഡിനെയും ഒന്ന് കൊണ്ടുവന്ന് നോക്കാം. ഇങ്ങനെയാണുള്ളത്.
ബ്രാഞ്ച് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ ബ്രാഞ്ച് സെലക്ട് ചെയ്ത് മൂവ് ടൂൾ എടുത്ത് കഴിഞ്ഞാൽ ബ്രാഞ്ചിനെ നമുക്കൊന്ന് നീട്ടിക്കൊണ്ട് കൊടുക്കാം. അല്ല സ്കെയിൽ ടൂൾ ഉപയോഗിച്ച് അവിടെ നമുക്കിനി എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഒന്നിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നേരത്തെ പോലെ നമുക്കൊന്ന് കൊണ്ടുവരാം. അതേപോലെ പാരറ്റിനെ നമുക്കൊന്ന് നീക്കണമെങ്കിൽ മൂവ് ടൂൾ എടുത്ത് നമുക്കിവിടെ പാരറ്റിനെ ഇവിടെ കൊണ്ടുവന്ന് നോക്കുന്നു. ഇനി സണ്ണിനെ നമുക്കൊന്ന് നേരത്തെ പോലെ ചെയ്യണമെങ്കിൽ സൺ ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു, സൺ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഇതേപോലെ കൊടുക്കുന്നു. സ്കെയിൽ ചെയ്യണമെങ്കിൽ സണ്ണിനെ നമുക്കൊന്ന് ഓരോ വലുതാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം സൺ നമ്മുടെ ചിത്രത്തിൽ കണ്ടതുപോലെ കൊടുക്കാവുന്നതാണ്. ഇത്രയാണ് ഇതിലുള്ള ഒരു പ്രവർത്തനം. ഈ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും. എന്നിട്ട് ഫയലിൽ നമ്മൾ നേരെ പോകുന്നു. ഫയലിൽ പോയി എക്സ്പോർട്ട് ഇവിടെ പാരറ്റാണ് നമ്മൾ പേര് കൊടുത്തുള്ളത്. അതിന് വേണമെങ്കിൽ നമുക്ക് പാരറ്റിൽ നിന്ന് മാറ്റിയിട്ട് പാരറ്റ് ബേഡ് എന്നോ ബേഡ് എന്ന പേരിൽ PNG ആയിട്ട് ഇവിടെ താഴെ ക്ലിക്ക് ചെയ്ത് PNG എന്ന് സെലക്ട് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുക.